നമസ്കാരം. പുത്തൻ വീട്ടിൽ കുഴിമന്തി എന്തിനാണ് വാല് പൊക്കിയത് എന്നതിന്റെ രഹസ്യം പുറത്തു വന്നിട്ടുണ്ട്. ദേ ഒരു ചിത്രം ഇന്നിപ്പോ 24 ന്യൂസ് പുറത്തേക്ക് വിട്ടതാണ്. ഇത് നെക്സസ് ആണെന്ന് ആരും പറഞ്ഞുകളല്ലേ. ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരും ഒന്നാണ്. അവിടെ നെക്സസ് ഉണ്ട്. പക്ഷെ ഈ കാണുന്ന ഫോട്ടോ സതീശന്റെ ചെവിയിൽ സൊറ പറയുന്ന നമ്മുടെ കുഴിമന്തി ഇക്ക. ഇത് നെക്സസിന്റെ ഭാഗമല്ല, ഇത് അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെ? ഏഷ്യാനെറ്റിനെ ആരും കാണരുത്, സഖാക്കളെ തുറക്കരുത്. ഇപ്പോ ഏഷ്യാനെറ്റ് അടുക്കളയ്ക്കകത്തിരിക്കുന്നു. സതീശൻ അഴിമതിക്കാരനാണ്, പുനർജനി തട്ടിപ്പാണ്. 150 കോടി രൂപ തൃശ്ശൂർ ബീച്ചിൽ വന്നിട്ട് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടു പോയെന്നോ മീൻവണ്ടി കയറ്റിക്കൊണ്ടു പോയെന്നോ ഉള്ള കഥ, അതൊക്കെ ഇവർ ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവർ പരസ്പര ശത്രുക്കളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അടിച്ചതാണെന്ന് ഇപ്പൊ ബോധ്യപ്പെടുന്നില്ലേ? അതായത് ഇല്ലാത്തൊരു കഥ ഉന്നയിക്കുക, അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയതിനു ശേഷം സതീശന് ക്ലീൻ ചിറ്റ് കൊടുത്തതിന് ശേഷം എനിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം തെറ്റാണെന്ന് വരുത്താൻ വേണ്ടി ഇവർ തമ്മിൽ ആലോചിച്ച് കളിച്ച നാടകമാണെന്ന് ഇപ്പോൾ ഏറെക്കുറെ ഏതാണ്ട് ഉറപ്പാകുന്നുണ്ട്. കാര്യം ഇപ്പോൾ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, ഏതാനും മാസങ്ങളായിട്ട് PV അൻവറും സതീശനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ഫോണിൽ പരസ്പരം സംഭാഷണം നടത്തുന്നുണ്ട്. ഇവർ ഈ അടുത്ത ദിവസം ഒരു വേദി പങ്കിട്ടപ്പോൾ ഇത്രയും കാലം പുറത്ത് കാണിച്ച കീരിയും പാമ്പും ശൈലി അതാണോ ഈ കണ്ടത്? രാഷ്ട്രീയക്കാർ തമ്മിൽ ഇങ്ങനെയൊക്കെ സൗഹൃദം വേണ്ടേ എന്നുള്ളൊരു ചോദ്യം അതിൻ്റെ ഇടയിലുണ്ട്. സൗഹൃദമൊക്കെ വേണം, പക്ഷെ പുറത്തിറങ്ങിയിട്ട് നെക്സസിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നാണ് സഖാക്കളെ എന്ന നിലവിളി ഉയർത്തുമ്പോൾ ആ നെക്സസ് എന്താണെന്ന് ഇത് കാണുക. അതായത് അൻവറിന്റെ നെക്സസ് എല്ലാം ഒളിച്ചു നടത്തുന്നതാണ്. ബാക്കിയുള്ളതെല്ലാം പരസ്യമായിട്ട് ദൃശ്യങ്ങൾ പുറത്തു വരികയും പിണറായി വിജയൻ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ഏതെങ്കിലും വ്യക്തിയായിട്ട് കാണുന്നുണ്ടെങ്കിലൊക്കെ പരസ്യമാണ്. പക്ഷെ എന്താണ് ഈ ഫോട്ടോയൊക്കെ രഹസ്യമായിട്ടിരിക്കുന്നതും ഇതൊന്നും പുറത്തു വരാത്തതും? ഒരു കാര്യം, നമ്മുടെ മാധ്യമങ്ങൾ ആയിട്ടുള്ള അജണ്ട ഇപ്പോ സതീശൻ പറയുകയാണ്. സതീശൻ മാധ്യമങ്ങളുടെ തോളിലാണല്ലോ. ആ റൂട്ട് മാപ്പിലൂടെ ആയിരിക്കണം PV അൻവർ ഇപ്പോൾ പെട്ടെന്ന് മാധ്യമങ്ങളുടെ കൺകണ്ട ദൈവമായിട്ടുണ്ട്. ഇത്രയും കാലം സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ, പുത്തൻ വീട്ടിൽ കുഴിമന്തി എന്ന് പറഞ്ഞാൽ അദ്ദേഹം തട്ടിപ്പുകാരനാണ്, ഭൂമാഫിയാണ്, കൊള്ളക്കാരനാണ്, ഇങ്ങനെ പല പ്രയോഗത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. തിരിച്ച് സതീശൻ തട്ടിപ്പുകാരനാണ്, 150 കോടി രൂപ മാഫിയുണ്ട്, ബംഗളൂരുവിൽ ഇദ്ദേഹത്തിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചവർ ഇല്ലാത്ത കഥ പറഞ്ഞ് സതീശന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനമാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. അപ്പോ യഥാർത്ഥ നെക്സസ് ആരാണ്? അതായത് ഈ നെക്സസ് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കാണ് ഈ നാട്ടിൽ സകലതും നെക്സസ് ആണെന്ന് തോന്നുന്നത്. കാര്യം രാഷ്ട്രീയക്കാർ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ അത് നെക്സസ് ആണെന്ന് പറയേണ്ടി വരുന്നത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ ഊട്ടി ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് തനിക്ക് UDF-നകത്ത് പ്രത്യേക സ്പേസ് ഉണ്ടാക്കാനും, ഒരു പക്ഷേ അടുത്ത സർക്കാർ മാറി വരികയാണെങ്കിൽ ഒരു മന്ത്രി കസേരയ്ക്ക് വേണ്ടി അദ്ദേഹം ദാഹിച്ച് നടക്കുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള നീക്കുപോക്കുകളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്. എന്തൊരു നാടകം കളിയായിരുന്നു. നിയമസഭയ്ക്കകത്ത് ആരോപണം ഉന്നയിക്കുന്നുണ്ട്, അതിനെ അന്വേഷിക്കുന്നില്ല, അതെന്റേത് മൊഴിയെടുത്തതിന് ശേഷം ഒന്നും നടപടി ഉണ്ടാകുന്നില്ല. പൊട്ടത്തരവും തെളിവില്ലാത്ത കാര്യങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ട് അതിലൂടെ പ്രതിപക്ഷ നേതാവെന്ന ലോക തരികിടയെ ഈ സമൂഹത്തിന്റെ മുന്നിൽ മഹാനാക്കാനായിട്ട് അൻവർ നടത്തിയ നാറിയ കളിയാണെന്ന് പറയേണ്ടി വരികയാണ്. ഇത് നേരത്തെ അദ്ദേഹം ആരോപണം ഉന്നയിച്ചു, പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് മാധ്യമ ഗൂഢാലോചനയുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് വാർത്തകൾ വരുന്നതെന്ന്. സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചേർത്ത് വായിച്ചാൽ അതേ മാധ്യമങ്ങൾ എങ്ങനെയാണ് PV അൻവറിനൊപ്പം ചേർന്നത്? അതിന് ആരായിരിക്കും പാലം വലിച്ചിട്ടുള്ളത്? നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ മാധ്യമങ്ങളിലൂടെ ശക്തമായ വാർത്തയാക്കി തരാമെന്നുള്ള ഉറപ്പ് ആരുടെ ഭാഗത്ത് നിന്നായിരിക്കും ഉണ്ടായിരിക്കുന്നത്? കാര്യം ഇപ്പോൾ സതീശൻ മാധ്യമങ്ങളെ വെച്ച് കളിക്കുന്നത് എങ്ങനെയെന്ന് അറിയാമല്ലോ. പ്രസ് സെക്രട്ടറി ആയിട്ട് തലസ്ഥാനത്തെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകനെ ഒപ്പം നിർത്തിക്കൊണ്ട് സകല കാര്യങ്ങളും മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു എന്ന് ഉറപ്പാക്കി കൊടുത്തുകൊണ്ട് സതീശന് കൊടുക്കുന്ന മാധ്യമ പ്രിവിലേജ് PV അൻവറിന് കൂടി റെഡിയാക്കി കൊടുക്കാമെന്നുള്ള ജോയിന്റ് ആയിട്ടുള്ള ചില നീക്കുപോക്കുകൾ നടത്തി എന്നതിന്റെ തെളിവാണ് ഇപ്പോൾ അദ്ദേഹം വാല് പൊക്കിയിരിക്കുന്ന കാര്യം. പെട്ടെന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്തിട്ട് സംതൃപ്തിയാവുന്നില്ല, എന്റെ തലയിൽ അങ്ങോട്ട് ശരിയാവുന്നില്ല, എന്റെ തലയിൽ ആ പല കാര്യങ്ങളും ചെയ്തു തരുമ്പോൾ ഒരു വല്ലാത്ത, എനിക്ക് അങ്ങോട്ട് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഇപ്പോഴത്തെ ഈ നാടകങ്ങൾക്ക് പിന്നിൽ സതീശന്റെ കൈകൂടി ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരികയാണ്. അടുത്ത ഭരണം നമുക്ക് പിടിക്കണം, എന്നിട്ട് മന്ത്രിസ്ഥാനം കൂടി തരാമെന്നുള്ള ഓഫർ മുന്നോട്ട് വെച്ചു. മുഖ്യമന്ത്രിയാകാൻ എന്നെ പിന്തുണയ്ക്കണമെന്ന തരത്തിൽ എനിക്കെതിരെ ആരോപണം ഉന്നയിക്കരുതെന്ന ഉടമ്പടികൾ ഉണ്ടാക്കി പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഇപ്പൊ കാണുന്ന ഈ രീതിയിലുള്ള ചില നാടകങ്ങൾ കളിക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ്. ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട്, സംശയിച്ചത് തന്നെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം. ചില കാര്യങ്ങൾ സംശയിച്ചു, ആ സംശയിച്ച കാര്യമാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. PV അൻവർ എന്ന പുത്തൻ വീട്ടിലെ കുഴിമന്തി VD സതീശനുമായിട്ട് രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയപ്പോൾ
അതിനെ സംബന്ധിച്ച് കൃത്യമായി മോണിറ്റർ ചെയ്ത് വരുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങൾ കൂടി അതിനോടൊപ്പം ചേർത്ത് വെക്കുമ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ വിവാദങ്ങൾ ഉണ്ടായതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ രാഷ്ട്രീയ അജണ്ടയുടെ തെളിവാണ് ദേ ഈ കാണുന്ന ഫോട്ടോ. പരസ്പരം ശത്രുക്കളാണെന്നും കീരിയും പാമ്പാണെന്നൊക്കെ കാണിച്ചവർ അന്തർധാരയിൽ എന്താണ് ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി PV Anwar എന്ന മലപ്പുറത്തെ നല്ല ഒന്നാന്തര സുഡാപ്പിയെ അവർ പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ നാട്ടിൽ ഇല്ലാത്ത RSS ബന്ധം ആരോപിച്ച് രാഷ്ട്രീയമായിട്ട് കുളം കലക്കി നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമാണെന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ്.